അള്ളടശ്രുതത്തിലെ കളിയാട്ടങ്ങൾക്ക് വിരാമം കുറിക്കുന്നത് നീലേശ്വരം മന്നപുരത്ത് കാവിലെ കലശമഹോത്സവത്തോടു കൂടിയാണ്. എന്നാൽ തുളുനാട്ടിൽ കർക്കിടക മാസത്തിൽ മാത്രമാണ് ക്ഷേത്രങ്ങളിലും കാവുകളിലും തെയ്യങ്ങൾ അരങ്ങിൽ നിന്നും മാറി നിൽക്കുന്നത്. കർക്കിടക മാസത്തിൽ തുളുനാട്ടിൽ കെട്ടിയാടുന്ന തെയ്യമാണ് ഗളിഞ്ചൻ. പരമശിവന്റെ കിരാതരൂപം കഥയിലെ അർജുനനാണ് ഈ തെയ്യത്തിന് ആധാരം. നളിക്കതായർ സമുദായക്കാരുടെ ഒരു പ്രധാന തെയ്യക്കോലമാണ് കൊറഗജ. വടക്കൻ കേരളത്തിലെ പൊട്ടൻ തെയ്യത്തിനോട് പുരാവൃത്തത്തിലും ചടങ്ങിലും സാമ്യമുള്ള ഒരു തെയ്യമാണ് കൊറഗജ. മഞ്ചേശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നീ താലൂക്കുകളിൽ ഈ തെയ്യക്കോലം കെട്ടിയാടുന്നത് കോപ്പാളർ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന സമുദായക്കാരാണ്. തുളുനാട്ടിൽ ഈ സമുദായക്കാർ നളിക്കതായർ എന്നും ഉടുപ്പി ഭാഗങ്ങളിൽ പാണറ, അജിലെ, പാണ്ടു എന്നീ കുലനാമങ്ങളിലും അറിയപ്പെടുന്നു. തുളുദേശത്ത് ഏറെ ജനകീയമായ തെയ്യമാണ് കൊറഗജ എന്നും അറിയപ്പെടുന്ന കൊറഗതനിയൻ. വടക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന തെയ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപവും ചടങ്ങുകളുമാണ് തുളുതെയ്യങ്ങൾക്ക്. കൊറഗതനിയൻ എന്നറിയപ്പെടുന്ന തെയ്യത്തിന്റെ പുരാവൃത്തം ഇങ്ങനെയാണ്. കൊറപ്പാളുമായരുടെയും കുറുവനോടിയുടെയും മകനായി പിറന്ന കൊറഗതനിയയ്ക്ക് ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടമായിരുന്നു. അനാഥനായ ബാലനെ ഏറ്റെടുക്കാൻ ബന്ധുക്കളാരുമില്ലാത്തതിനാൽ തന്നെ കൊറഗതനിയ തെക്ക് ദേശത്തേക്ക് യാത്ര തിരിച്ചു. ഒടുവിൽ കല്ലാപ്പു എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്ന ബാലൻ വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ വെൺമണൽ ചോറായി കരുതി ആലത്തിൻകായ തേങ്ങയായി കുറിച്ചു. വിശപ്പും ദാഹവും മാറിയ ബാലൻ ഗ്രാമഭംഗിയിൽ ആർത്തുല്ലസിച്ച് നടനം നടത്തിയത്രേ. ഈ സന്ദർഭത്തിലായിരുന്നു കള്ളിൻകുടവും അപ്പവും തലയിലേന്തി മൈരക്കെ വൈദേവിയും മക്കളും അവിടെ എത്തിച്ചേർന്നത്. കൊറഗതനിയയുടെ ആർത്തുല്ലസിച്ചുള്ള നൃത്തം കണ്ട് ആകർഷണം തോന്നി വൈദേവിയും മക്കളും യാത്ര നിർത്തി. വൈദേവിയെയും മക്കളെയും കണ്ടതും തനിയൻ ഓടി ഒരു വേലിക്കെട്ടിന് പിറകിൽ ഒളിച്ചിരുന്നു. എന്നാൽ മൈരക്കെ വൈദേവിയുടെ വാത്സല്യപൂർണമായ വിളിയിൽ തനിയൻ വേലിക്കെട്ടിന് വെളിയിൽ വന്നു. കൊറഗതനിയന്റെ കഥ കേട്ടറിഞ്ഞ മൈരക്കെ വൈദേവിയും കുടുംബവും തനിയനെ കൂടെ കൂട്ടി. കൊറഗതനിയന്റെ ആവശ്യപ്രകാരം പാളത്തൊപ്പിയും ഉടുക്കാൻ കള്ളിൻകുടത്തിന് പൊതിഞ്ഞ തുണിയും നൽകി. തുടർന്ന് വൈദേവിയുടെ കുടുംബത്തിനൊപ്പം ഇൻസുരിബരിക്കയിലെ അവരുടെ ഗൃഹത്തിലെത്തിച്ചേർന്നു. വൈദേവിയുടെ വീട്ടിലെത്തിച്ചേർന്ന് കോലായിൽ കുടിയും കിടപ്പിനുമുള്ള സൗകര്യമൊരുക്കി തനിയൻ ആ വീട്ടിൽ വളർന്നു വന്നു. തനിയന്റെ വരവോടുകൂടി ആ വീടും കുടുംബവും അന്നവസ്ത്രാദികളും ധനധാന്യങ്ങളും കന്നുകുട്ടിക്കിടാങ്ങളാലും സമ്പന്നമായി. വളർന്നു വന്നപ്പോൾ കൊറഗതനിയയ്ക്ക് പുറത്തൊരു ഓലച്ചായ്പും കിന്നിക്കത്തിയും വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. തുടർന്ന് മലങ്കാടുകളിൽ നിന്നും ശേഖരിക്കുന്ന വള്ളികൾ കൊണ്ട് കൂട്ടയും കൊട്ടയും മുറവും നിർമ്മിച്ച് ഗ്രാമവാസികൾക്ക് നൽകി. അങ്ങനെയിരിക്കെയാണ് മൈരക്കെ വൈദേവിയുടെ കുടുംബക്ഷേത്രത്തിൽ തെയ്യംകെട്ട് ഉത്സവം തീരുമാനിച്ചത്. തെയ്യംകെട്ടിനാവശ്യമായ കുരുത്തോലയും പൂക്കളും ഇളനീരും എത്തിച്ചു നൽകേണ്ട ചുമതല വൈദേവിയുടെ കുടുംബത്തിനായിരുന്നു. വൈദേവി മറ്റ് ആരെയും ലഭിക്കാതിരുന്നതിനാൽ കൊറഗതനിയെ ഇളനീരും കുരുത്തോലയും കുടുംബക്ഷേത്രത്തിലെത്തിക്കാൻ ആവശ്യപ്പെട്ടു. വളർത്തമ്മയുടെ ആവശ്യം ശിരസാവഹിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേർന്നപ്പോൾ ക്ഷേത്രം അധികാരികൾ കൊറഗതനിയെ കീഴ്ജാതിക്കാരനായതിനാൽ മതിൽക്കെട്ടിന് പുറത്ത് തടഞ്ഞുവത്രേ.
കുരുത്തോലയും മറ്റും മതിലിന് പുറത്തു വെച്ച് 4 അടി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ കൊണ്ടുവന്ന കുരുത്തോലയ്ക്കും ഇളനീരിനും അയിത്തമില്ലല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താ അയിത്തം? കൊരകത്തനിയുടെ ചോദ്യം എന്നാൽ ആരും കേട്ടില്ല. കൊരകന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. കൊണ്ടുവന്ന കുരുത്തോലക്കെട്ടും ഇളനീരും വെളിയിൽ നിന്നും ക്ഷേത്രമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് കുരകൻ മതിലിന് പുറത്ത് മാറി നിന്നു. ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് നടക്കുന്നത് കാണണമെന്ന ആഗ്രഹത്താലായിരിക്കാം മതിലിനോട് ചേർന്ന് നിൽക്കുന്ന നാരകത്തിന്റെ മുകളിൽ കയറി കൊരകച്ചൻ. കാൽനിരങ്ങി അറിയാതെ ചവിട്ടിയത് ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ച കലശക്കുടത്തിനായിരുന്നു. കലശക്കുടത്തിനേറ്റ ഇളക്കത്തിൽ ക്ഷേത്രത്തിലുള്ള ദേവത കൺതുറക്കുകയും കൊരകതനിയനെ മായയാക്കി ദൈവമാക്കി മാറ്റി എന്നാണ് ഐതിഹ്യം. പിന്നീട് ദൈവമായതിനാൽ കൊരകൻ എന്ന നാമത്തിന് പിറകിൽ അജ എന്ന് ചേർത്ത് വിളിക്കാൻ തുടങ്ങി. അജ എന്നാൽ മുത്തച്ഛൻ എന്നാണ് അർത്ഥം. സങ്കടവുമായി വരുന്നവരെ ആശ്വാസവാക്കുകളുമായി തന്നോട് ചേർത്ത് നിർത്തി കരമുത്തുന്ന കന്നഡ മണ്ണിലെ ജനകീയ തെയ്യമാണ് കൊരകച്ചൻ.